എല്ലാവരും എന്തെടുക്കുവാണോ? ചോറൊക്കെ ഉണ്ടോ? ഇന്ന് വെയിലൊക്കെ ആയതുകൊണ്ട് എല്ലാവർക്കും ഒത്തിരി പണി കാണുമായിരുന്നു. എനിക്കും ഒത്തിരി പണിയുണ്ടായിരുന്നു. കൊച്ചിൻ്റെ തുണി, ഞങ്ങളുടെ തുണിയെല്ലാം അലക്കും പെറുക്കും കഴിഞ്ഞ കാരണം ഒത്തിരിയൊക്കെ ജോലിയായിരുന്നു. പിന്നെ ഇന്നലെ മോള് മുത്തൂറ്റ് ഹോസ്പിറ്റലിൽ പോയപ്പോൾ തന്നെ ഇവിടെ കോഴഞ്ചേരി അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു മോള് സകുടുംബത്തിലെ അമ്മയെ തിരക്കി എന്ന് പറയണമെന്ന് ശരണ്യ എന്ന് പറയുന്ന മോളെ. ശരണ്യ, ഹായ് മോളെ, ഒത്തിരി സന്തോഷമുണ്ട് മോളെ. എന്നെ എല്ലാവരും ഇങ്ങനെ തിരക്കുന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇവിടെ ഞങ്ങൾ കല്യാണത്തിന് പോയപ്പോൾ അതുപോലെ ആയിരുന്നു. വൈക്കത്ത് അമ്പലത്തിൽ കല്യാണത്തിന് പോയപ്പോൾ അവിടെ വെച്ച് ഒരുപാട് ആദ്യമൊക്കെ എനിക്കെന്നെ ചമ്മലായിരുന്നു. എന്നെ വന്ന് എല്ലാവരും അമ്മയല്ലേ നല്ലതാന്നൊക്കെ പറയുമ്പോൾ എനിക്കിതൊക്കെ കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. ഞാനൊന്നും അല്ലാതെ ഇന്നാളും എന്നെ ഇപ്പോൾ എല്ലാവരും അറിയുന്നുണ്ട്. അതൊക്കെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും നിങ്ങളെല്ലാവരും അതായത് നിങ്ങളുടെയൊക്കെ ലൈക്കും അതൊക്കെ എന്നെ അവൾ വാച്ച് ചെയ്യിപ്പിക്കുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എന്നെ എല്ലാവർക്കും ഇപ്പോൾ ഭയങ്കര കാര്യമാണല്ലോ. ഞാനൊന്നും ഇല്ലാതെ ഒരു മൂല കിടന്നവളല്ലോ, ഇപ്പോൾ എല്ലാവരും എന്നെ അറിയുന്നുണ്ടല്ലോ. എല്ലാവർക്കും അതെൻ്റെ കൊച്ചു അവളെന്നെ ഇങ്ങനെ ആക്കിയത് തന്നെ അവൾ പറഞ്ഞു അമ്മേ നമുക്ക് ചെയ്യാമേ എന്ന് പറഞ്ഞു എന്നോട് പറഞ്ഞു ഞങ്ങൾ ചെയ്ത്. ഒത്തിരി തുടക്കത്തിലൊക്കെ ഒത്തിരി കുറ്റങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എപ്പോഴും ഈ ചോറ് കുളമ്പൊന്ന് അത് തന്നെ ഞങ്ങളിപ്പോൾ അല്ലാതൊക്കെ ഇടുന്നുണ്ടല്ലോ. ഇന്നലെ തേങ്ങ വറുക്കാൻ പോയി, പുട്ടുണ്ടാക്കി, ഇന്നിപ്പോൾ മീൻ മേടിച്ചു, ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. അന്നേരം ഞങ്ങൾ പയ്യെ ഞങ്ങൾക്ക് ഇതേക്കുറിച്ച് ഒന്നും അറിയത്തില്ലായിരുന്നു. ഒന്നും അതായത് ഫേസ്ബുക്കിനെ കുറിച്ചോ യൂട്യൂബിനെ കുറിച്ചോ ഒന്നും എനിക്കിപ്പോഴും അറിയത്തില്ല. അവളും ഇങ്ങനെ പറയുന്ന പോലെ ഞാനങ്ങ് ചെയ്യുന്നു എടുക്കുന്നു അളവിന് എനിക്കിതൊക്കെ ഒത്തിരി സന്തോഷം എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര സന്തോഷം. മറ്റേന്ന് പറഞ്ഞാൽ പണിയും കഴിഞ്ഞ് വരിക, നമ്മുടെ വീട്ടിലെക്കാര്യം കറിയാ നിൽക്കുകയായിരിക്കും. ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാം കൊണ്ട് നമുക്ക് സന്തോഷമുണ്ട്. ഇപ്പോൾ ഇനിയിപ്പം തൊഴിലുറപ്പിൽ ഇപ്പം ഞാൻ ഓണം കഴിഞ്ഞ് തുടങ്ങുള്ളൂ, പക്ഷെ ഞാൻ പോകുന്നില്ല. എങ്കിലും ഇതുള്ളതുകൊണ്ട് എനിക്കൊരു സന്തോഷമുണ്ട്. ഉച്ച സമയത്ത് എല്ലാവരോടും സംസാരിക്കാമല്ലോ. എന്നെ എല്ലാവരും കാണുന്നുണ്ടല്ലോ, എനിക്കല്ലേ കാണാൻ പറ്റാത്തേ ഉള്ളൂ. എന്നാലും എന്നെ ഒത്തിരി പേര് വിളിക്കുന്നുണ്ട്. ഒത്തിരി പേര് വെളിയിൽ നിന്നൊക്കെ, വെളി രാജ്യങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് പേര് എൻ്റെ നാട്ടിൽ നിന്ന് എന്നെ വിളിക്കുന്നുണ്ട്. നാട്ടിലുള്ളവരെല്ലാം വിളിച്ചത് നമ്മുടെ കുറിച്ച് നിന്നൊക്കെ ഒത്തിരി പേര് വിളിച്ചിട്ട് അവരെല്ലാവരും പറഞ്ഞു അവർക്ക് എല്ലാവരും ഹായ് കൊടുക്കണമെന്ന് പറഞ്ഞു. എല്ലാവരും ഹായ് ഉണ്ട്. ഞാൻ ദേ ചോറ് എടുത്തേക്കാം, നീ എടുത്തിട്ട് വേറെ ഇച്ചിരി പരിപാടിയൊക്കെ ഉണ്ട്, അതിനൊക്കെ ഒന്ന് പോകണം. അതൊക്കെ നിൽക്കുവാണ്. നമ്മുടെ ഓണമൊക്കെ അല്ലേ വരുന്നത്, ഇനി ഓരോരോ പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ളതൊക്കെ അതുകൊണ്ട് ഓരോ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്നിപ്പോൾ നമുക്ക് കറി ഇത് രാവിലെ നമ്മൾ മേടിച്ച മീൻ മുളകിൽ വെച്ചേക്കുവാ. മുളകിട്ട കറിയാണ്. അതൊക്കെ അന്ന് വന്ന് ഈ മുളകിട്ട മീൻകറി കാണിക്കണ്ടെന്ന് വിചാരിച്ചാണ് മീൻകറി വെക്കുന്നത് കാണിക്കാൻ. അത് ഓൾറെഡി നമ്മൾ മീൻകറി വെക്കുന്നത് എങ്ങനെയാന്നൊക്കെ ഉള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. അതേ മെത്തേഡ് തന്നെയാണ് നമ്മൾ രണ്ട് രീതിയിലുള്ളത് കാണിച്ചിട്ടുണ്ട്. രണ്ട് രീതിയിൽ അമ്മ നല്ല വെക്കുന്നുണ്ട്, നല്ല രീതിയിൽ തന്നെ. അതിൽ ഒത്തിരി പേര് ചെയ്തു, ഞങ്ങൾ വീട്ടിൽ വെച്ച് നോക്കി എന്നൊക്കെ പറഞ്ഞ് കമന്റ് ഇടുന്നുണ്ട്. കിഴങ്ങും മെഴുക്കുവരട്ടിയാണ് വെച്ചത് അന്ന്. അപ്പോൾ ഇന്നൊരു കിഴങ്ങും മെഴുക്കുവരട്ടി വെച്ചെന്ന് വിചാരിച്ചു. നല്ല കിഴങ്ങ് ഒരെണ്ണം മുട്ടിയിട്ടുണ്ടോ മെഴുക്കുവരട്ടി വെച്ചിട്ട്? നല്ല പൊടുപൊടാന്നല്ലേ കിടക്കുന്ന കിഴങ്ങ് മെഴുക്കുവരട്ടി വെച്ചു. പിന്നെ മീൻ വറുത്ത് വെച്ചേക്കുക. അതിൽ നിന്നൊരു മീൻ വറുത്തതും കൂടെ. നമുക്ക് ഈ കറിയൊക്കെ തന്നെ ധാരാളമല്ലേ. പിന്നെ എനിക്ക് അതേ പറഞ്ഞു, നിങ്ങളെല്ലാവരും നല്ലവണ്ണം എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷം ഇതൊക്കെ കാണുമ്പോൾ. നമുക്കിന്ന് മീൻകറി, മീൻ വറുത്തത്, കിഴങ്ങ് മെഴുക്കുവരട്ടി. ഇന്ന് വായോ, എല്ലാവരും ഓടി വായോ ചോറിനാം.